ഹക്കീം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക കഥാപാത്രമായിരുന്നു. അല്ലല്ല, ഹക്കീം നജീബിനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ കഥയിൽ നജീബിനോടൊപ്പം തന്നെ ഹക്കീമും രക്ഷപ്പെട്ടു. എഴുതുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ ഘട്ടത്തിൽ വെച്ച് ഹക്കീം മരിക്കുകയാണ് വേണ്ടത്. മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട നജീബിൻ്റെ മാത്രം കഥയല്ല ആടുജീവിതം എന്ന് പറയുന്നത്. എത്രയോ നൂറുകണക്കിന് നജീബുമാർ ഹക്കീമുമാർ മരുഭൂമിയിൽ വീണ് മരിച്ചു പോയിട്ടുണ്ടാവും. അവരുടെ കൂടി കഥ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആടുജീവിതമാവുന്നതെന്ന് തീരുമാനിക്കും. അങ്ങനെ ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടറിനെ നമ്മൾ ആണെങ്കിൽ മരണത്തിന് വിട്ടുകൊടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. അത് ഫിക്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. നജീബ് അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് പോന്നു. അന്ന് ഈ ഫോണിനോ മറ്റു കാര്യങ്ങളോ കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാത്തതാണ്. രണ്ടുപേരും ജയിലിലായി, രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി. പിന്നീട് ഹക്കീം ഗൾഫിൽ തന്നെ കുറച്ചു കാലം കൂടെ തുടർന്നു. അവിടെ തന്നെ ചെറിയ ജോലിയുണ്ട്. പിന്നീട് എന്താ ചോദിച്ചാൽ നജീബ് ഇത് നാളെ ഒരിക്കൽ കഥയാക്കാം എന്നൊന്നും വിചാരിച്ചിട്ടല്ലല്ലോ തൻ്റെ ജീവിതം തുടരുന്നത്. അത് കഴിഞ്ഞു, ആ അധ്യായം അവസാനിച്ചു. അങ്ങനെയൊക്കെ ആയപ്പം ഹക്കീം എവിടെയോ ബന്ധം മുറിഞ്ഞ് മറ്റെവിടെയോ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കും ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ ഇത്രയും നോവൽ എഴുതി ഇത് ഇത്രയും പ്രശസ്തിയായി, ഒരിക്കലും ഞാനാണ് ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭൂമിയിൽ എവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കും, ദുബൈയിൽ നിന്നോ സൗദിയിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ ഒരാൾ നമ്മളെ വിളിച്ചിട്ട് ഞാനായിരുന്നു അന്ന് നജീബിനോടൊപ്പം ഉണ്ടായിരുന്ന ഹക്കീം എന്ന് പറയുമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരാൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല.